9 ലക്ഷത്തിനകത്ത് CVT ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ഒരു ഹോണ്ടയുടെ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ വിലക്ക് കിട്ടുന്ന AMT ഉപയോഗിക്കുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡ് ഉണ്ടോ, പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഇത് CVT ഒറിജിനൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കിത് പാർക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്. AMT എടുത്താൽ നിങ്ങൾക്ക് ഡ്രൈവും ന്യൂട്രലും റിവേഴ്സും 3 മോഡേ കിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇന്ത്യയിൽ ഒരു 10 ലക്ഷത്തിനകത്ത് ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഹോണ്ട ഷോറൂമിൽ പോയിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഈ 2 വാഹനങ്ങൾ റെഡിയാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾ സർപ്രൈസ് ആവും. ഒന്ന്, ഈ ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പുതിയത് ഇപ്പോഴും കിട്ടുമെന്ന് ചോദിക്കും. അതേ പുത്തൻ അമേസ് വന്നിട്ടും ഹോണ്ട അമേസിന്റെ 2G വേർഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ഒരു വേരിയന്റിൽ നമുക്കിത് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ 10 ലക്ഷം പോലും വേണ്ട, നിങ്ങൾക്ക് 9 ലക്ഷത്തിനകത്ത് തന്നെ ഇത് സ്വന്തമാക്കാമെന്നുള്ളതാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കറക്റ്റ് ഓണർ പ്രൈസ് പറയുകയാണെങ്കിൽ 9,23,000 രൂപയാണ് വരുന്നത്. ഏകദേശം 55,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട്. എല്ലാ മാസവും അത്യാവശ്യം ഓഫേഴ്സ് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വിലക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക്, വെറും ഓട്ടോമാറ്റിക് അല്ല, CVT നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പുത്തൻ ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ അമേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിനകത്ത് കിട്ടും. കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 ലക്ഷം രൂപയാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. 10,25,000 രൂപയിൽ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഓഫറും 3Gക്ക് വരുന്നുണ്ട്. ഏകദേശം 60,000 മുകളിലുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 9,70,000 ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് V എന്ന് പറയുന്ന അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള നമ്മുടെ ഹോണ്ട അമേസ് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്? പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ മറ്റ് ഒരു ബ്രാൻഡിൽ പോയാലും CVT കിട്ടില്ല, AMT ട്രാൻസ്മിഷൻ മാത്രം ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് ആ ജെർക്കിങ് അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ, ആ ഒരു ഷിഫ്റ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. പക്ഷേ CVT എന്ന് പറഞ്ഞാൽ ഇത് മുതലാണ് യഥാർത്ഥ ഓട്ടോമാറ്റിക് ആരംഭിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രം നിങ്ങൾക്ക് മതി. ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. അമേസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും ബേസ് വേരിയൻസ് ആണ് കേട്ടോ. അതായത് V എന്ന് പറയുന്നതാണ് ഇതിന്റെ ബേസ് വേരിയന്റ്. അതിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഹോണ്ടയുടെ ബേസ് വേരിയന്റ് നിങ്ങൾ മറ്റുള്ള മാനുഫാക്ചറുടെ ബേസ് വേരിയന്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട. ജസ്റ്റ് ഫ്രണ്ട് ലുക്ക് മാത്രം നോക്കിയാൽ ഇത് LED DRL വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു റിച്ച് ഫീൽ നമുക്ക് വരുന്നുണ്ട്. ക്രോം എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരേ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് അഡീഷണൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുകളിൽ ഒരു VX എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് വരുന്നുണ്ട്. ഇതിൽ നിന്നും ഏകദേശം 65,000 രൂപ കൂടുതൽ കൊടുത്താൽ ഒരു 11 വേണ്ട, നിങ്ങൾക്ക് ഒരു 10,50,000 60,000 എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ 10 ലക്ഷം അകത്ത് ബഡ്ജറ്റുള്ളവർക്കാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 60 എത്തിക്കാൻ പറ്റുമെങ്കിൽ ഫ്രണ്ടിൽ ആ ഫോഗ് ലാമ്പ് ആഡ് ആവുന്നുണ്ട്, മറ്റനേക ഫീച്ചേഴ്സ്. അതായത് ആ വേരിയൻ്റാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. നിങ്ങൾക്ക് 60,000 എക്സ്ട്രാ കൊടുക്കുമ്പോൾ 1.5 ലക്ഷത്തിന് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓരോ ഏരിയ വരുമ്പോൾ, ഫോഗ് ലാമ്പ് പറഞ്ഞ പോലെ ഒരു ഏരിയ വരുമ്പോൾ പറയാം. ഇനി 1 ലക്ഷം കുറവ് ബഡ്ജറ്റുള്ളവർക്ക് 2G സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹാലജൻ ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ DRL വരുന്നുണ്ട്. ഇവിടെ ഫോഗ് ലാമ്പ് ഇല്ല, ഫോഗ് ലാമ്പിന് ചെറിയൊരു ഗാർണിഷ് വരുന്നുണ്ട്. ഈ ലുക്ക് നമ്മൾ ഒരുപാട് നാൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ്, കാരണം ഒരുപാട് നാൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളതാണ്. സോ എന്തായാലും ഫ്രണ്ട് 2 ലുക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ക്ലാസ് ലുക്ക് ഉണ്ട്. ഫോഗ് ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സിന് ഒരു കുറവും വരുന്നില്ല എന്നും പറയാം. വേറെ നമുക്കൊരു ബേസ് വേരിയൻ്റായിട്ടുള്ള ഒരു കൺസേണും ആവശ്യമില്ലാത്ത 2 മോഡൽസ് ആണ്. എന്തായാലും 9 ലക്ഷത്തിനകത്ത് CVT ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ഒരു ഹോണ്ടയുടെ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്കിയാണെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യക്കാർ. കാരണം അത്രയും ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇനി വശങ്ങളിലേക്ക് വരാണെങ്കിൽ പ്രധാന മാറ്റം ടയർ സൈസിലാണ്. നിലവിൽ ഈ വേരിയന്റുകളിൽ 2 സെയിം ടയർ സൈസ് ആണ് വരുന്നത്. നമുക്ക് 14 ഇഞ്ചാണ് 175, 65 പ്രൊഫൈലുള്ള 14 ഇഞ്ചിൽ സ്റ്റീൽ വീൽസ് വിത്ത് വീൽ ക്യാപ്പോട് കൂടിയിട്ടാണ് വരിക. നമ്മുടെ 3Gയുടെ വീൽ ക്യാപ്പ് ഈ രൂപത്തിലാണ്. 2Gയിലേക്ക് 1 ലക്ഷം രൂപ കുറയുമ്പോൾ സെയിം ടയർ സൈസ് ആണെങ്കിലും വീൽ ക്യാപ്പിന്റെ ഡിസൈനിൽ ഒരു മാറ്റം മാത്രമാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അലോയ്സ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 65,000 രൂപ കൂടുതൽ കൊടുത്താൽ ഇതിന്റെ VX എടുക്കുകയാണെങ്കിൽ അതിൽ 15 ഇഞ്ച്, അതായത് വീൽ സൈസ് കൂടുന്നുണ്ട്, അലോയും വരുന്നുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം അലോയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ 60,000 കൂടുതൽ കൊടുക്കുമ്പോൾ ഒരു 40,000 രൂപക്ക് പുറത്തായിട്ടുള്ള അലോയ് അവിടെ കയറി. ഫോഗ് ലാമ്പ് ഏകദേശം ഒരു 10,000 അടുത്ത് പുറത്തായിട്ടുള്ള ഫോഗ് ലാമ്പ് കയറി. അപ്പോൾ 50,000 രൂപക്ക് പുറത്തായിട്ടുള്ള 2 ഫീച്ചേഴ്സ് അവിടെ തന്നെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് VX വാല്യൂ ഫോർ മണിയാന്ന് പറഞ്ഞത്. ഇനി ORM നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കാണാം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്. 2Gയിലേക്ക് വന്നാൽ 1 ലക്ഷം രൂപ കുറവാണെങ്കിൽ പോലും ഫീച്ചർ ORMൽ ഇവിടെയാണ് കൂടുതൽ. അതായത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മാത്രമല്ല ഇലക്ട്രിക്കലി ഫോൾഡ് ഫംഗ്ഷനും വരുന്നുണ്ട് 2G എടുക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് കൺട്രോൾ. ഇത് നമ്മുടെ ഫോൾഡിൻ്റെ കൺട്രോളാണ് ഈ ഒരു ബട്ടൺ വന്നുള്ളത്. സോ 2Gയിൽ നമുക്ക് ഫോൾഡ് ഫംഗ്ഷനും കൂടി വരുന്നുണ്ട്. ഇതിൽ പക്ഷേ ഈ ഒരു വീല് വരുന്നില്ല. VX എടുക്കുന്നവർക്കാണ് 10 ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റുള്ളവർക്ക് ഫോൾഡ് കൂടി വരുന്നുണ്ട് എന്ന് പറയാം. വേറെ വശങ്ങളിൽ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും എടുത്ത് പറയാനില്ല. ഷാർക്ക് ഫിൻ ഹാൻഡിൽ നമുക്ക്
രണ്ട് മോഡൽസും കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. രണ്ടിൻ്റെയും നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നുള്ളത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ് എന്നും പറയാം. അടി തട്ടുന്ന വിഷയങ്ങളൊന്നും നമ്മൾ സാധാരണ ഹോണ്ടയുടെ പഴയ വാഹനങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലത്തരം വിഷയങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു പുതിയ പാറ്റേണിലുള്ള LED ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന രൂപത്തിലുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതായത് റിയർ വ്യൂ ക്യാമറ ഇല്ല, അതുപോലെ തന്നെ ഡീഫോഗർ ഇല്ല. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ VX-ലേക്ക് പോകുമ്പോൾ ആഡ് ആവുന്നുണ്ട്. അതും വെറുതെ ആഡ് ആവുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VX-ൽ 65,000 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് ലൈൻ വാച്ച് ക്യാമറയും മൾട്ടി ആംഗിൾസ് കിട്ടുന്നൊരു റിയർ വ്യൂ ക്യാമറ ആയിട്ട് ആഡ് ആവുന്നത്, അല്ലാതെ ചെറിയ സാധാ ഒരു ക്യാമറ അല്ല കേട്ടോ ആഡ് ആവുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ടൈപ്പ് പഴയ ജനറേഷൻ്റെ ഒരു LED ടൈൽ ലാമ്പ് യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ ക്യാമറയോ അല്ലെങ്കിൽ നമുക്ക് ഡീഫോഗർ ഒന്നും വരുന്നില്ല. ഇതിൽ പിന്നെ വേറെ വേരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ടച്ച് സ്ക്രീനും ഇതിലില്ലാത്തതുകൊണ്ട് ക്യാമറ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാം മാറ്റിയെടുക്കണം. അതായത് ടച്ച് സ്ക്രീനും ആഡ് ചെയ്യണം, ക്യാമറയും ആഡ് ചെയ്യണം. ആ രൂപത്തിലാണുള്ളത്. ഒരു ക്രോം ലൈന് കാണാൻ സാധിക്കും. അതുകൊണ്ടൊരു റിച്ച്നെസ് നമുക്ക് കാണാനുണ്ട് എന്നും പറയാം. അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ ഓവറോൾ ലുക്കിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. സോ ബഡ്ജറ്റ് കൺസേൺ ഉള്ളവർക്ക് ഇതൊരു പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സാധനമാണ്. അതല്ല ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3Gയിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നും പറയാം. ഇനി റിയർ സീറ്റ് നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ആദ്യം കയറുന്നത് ലേറ്റസ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസിനകത്താണ്. 4 പവർ വിൻഡോസ് വരുന്നത്. ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ, പവർ വിൻഡോ 4 നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഹോണ്ട എന്നും ടോപ്പ് ക്ലാസ് ആണ്. പുതിയ അമേസിലും അങ്ങനെ തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയില്ല. ദൂരയാത്രകൾക്ക് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങി പോകാവുന്ന അത്രയും സൗകര്യമുള്ള സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലെഗ് റൂം, നീ റൂം, തൈ സപ്പോർട്ട്, ഹെഡ് റൂം എല്ലാം ഒരു സെഡാനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ക്ലാസ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു കുറവായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. അതായത് ഈ വേരിയൻറ്റ് മുതൽ നമുക്ക് 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളുടെ പ്രൊട്ടക്ഷനൊക്കെ പുറകിലിരിക്കുന്നവർക്ക് ലഭിക്കും. റിയർ AC വെന്റ് ഇതിലില്ല. പകരം ഒരു 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് മാത്രമാണ് നമുക്ക് റിയറിലായിട്ട് കിട്ടുന്നത്. ഇതിന് തൊട്ട് മുകളിലേക്കുള്ള വേരിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 65,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന VX-ലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ AC വെന്റ് കൂടി ആഡ് ആവുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ റിയർ സീറ്റിൽ പറയാനുള്ളത്. ഇതേ ഫീച്ചേഴ്സാണ് 2Gയിലുള്ളത്. എന്നാലും ഒന്ന് കാണിക്കാം. 2Gയുടെ അകത്ത് കയറുമ്പോൾ നമുക്ക് സീറ്റ് കളറൊക്കെ സിമിലർ ആയതുകൊണ്ട് പെട്ടെന്ന് ചേഞ്ച് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. എഗെയിൻ ആംറസ്റ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. AC വെന്റ് ഇല്ല. 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് വരുന്നുണ്ട്. പവർ വിൻഡോ വരുന്നുണ്ട്. അതെ, അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോ 4 ലഭിക്കുന്നുണ്ട്. ആ രൂപത്തിലാണ്. സ്പേസ് ഇവിടെയും ഒട്ടും മോശമല്ല. തൈ സപ്പോർട്ട് ഇത്തിരി കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാഡ് ഇത്തിരി വിട്ട് കുറവാണ്. അത് മാത്രമേ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുള്ളൂ. അതായത് ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയില്ല. ആ ഒരു ജനറേഷൻ മാറിയതുകൊണ്ട് പഴയ ജനറേഷൻ ആയതുകൊണ്ടുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഫീച്ചേഴ്സിൽ ഒരു മാറ്റമില്ല. എയർ ബാഗ് ഇല്ല എന്നുള്ളതാണ് പ്രധാന വ്യത്യാസം. എയർ ബാഗ് ഇല്ല എന്ന് പറഞ്ഞാൽ കർട്ടൺ എയർ ബാഗ് ഇല്ല. നമുക്ക് ഫ്രണ്ടിൽ 2 എയർ ബാഗാണ് ഈ ഒരു പഴയ ജനറേഷൻ വാഹനത്തിൽ കിട്ടുക. ബാക്കി എല്ലാം ഫീച്ചേഴ്സ്, സൗകര്യം, കംഫർട്ട് എല്ലാം നമുക്ക് 2 വാഹനം എടുത്താലും റിയറിൽ സിമിലർ ആണ് ലഭിക്കുക. ഇനി എഗെയിൻ നമ്മൾ പുതിയ ജനറേഷനിലെ ഡ്രൈവർ സീറ്റിലാണ് ആദ്യം കയറാൻ പോകുന്നത്. 4 പവർ വിൻഡോയുടെ കൺട്രോൾ. ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണും കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫീച്ചറാണ്. ഞാൻ നേരത്തെ അവിടെ ഫോൾഡ് ബട്ടൺ കാണിച്ചത് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം ഇതിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. 2 വാഹനത്തിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു അടിപൊളി ഫീച്ചറാണെന്ന് പറയാം. പിന്നെ ഉള്ളിൽ കെയർ ആണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി പാഡൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. കിട്ടുന്ന ഫീച്ചർ അല്ലേ? CVT വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് നല്ലൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം. നിങ്ങൾ മറ്റുള്ള ബ്രാൻഡിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് ഹോണ്ട ഒരിക്കലും കമ്പയർ ചെയ്യരുത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. MID നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റലാണ് വന്നുള്ളത്. അത്യാവശ്യം നൈസാണ് കണ്ടോ. നോക്കുന്ന സമയത്ത് ഫുൾ നമ്മൾ ഗ്രാഫിക്സ് ആണ് വരിക. പെട്ടെന്ന് കണ്ടാൽ നമുക്കത് അനലോഗ് മീറ്റർ ആണോ തോന്നിപ്പോവും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെ നമുക്ക് കൺട്രോൾസ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നത്. ടാക്കോമീറ്റർ, റേഞ്ച്, ഫ്യൂൽ, ജിമീറ്റർ. അതായത് എലിവേറ്റിൽ ലഭിക്കുന്ന സിമിലർ ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കിട്ടുന്ന വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹോണ്ട. അതും കിടിലനാണ് പറയാനുള്ളത്. 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻ്റ് ആണ്. വയേർഡ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയാം. ക്യാമറ നമുക്കിതിൽ ലഭിക്കുന്നില്ല. ക്യാമറ എക്സറായിട്ട് ഷോറൂമിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് AC ഇല്ല, മാനുവൽ AC ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നോർമൽ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. നെക്സ്റ്റ് ഒരു 65,000 കൂടുതൽ കൊടുക്കുന്നതിൽ നമുക്ക്
ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, ഒപ്പം പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതും ഈ ഒരു വേരിയന്റിൽ ഒരു മിസ്സായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ 65,000 കൊടുത്താലും 1.5 ലക്ഷത്തിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പുറത്ത് തന്നെ ഞാൻ എണ്ണി പറഞ്ഞപ്പോൾ തന്നെ 50,000 രൂപ പുറത്തായിട്ടുള്ളത് പറഞ്ഞു. ഇവിടെ വരുന്ന സമയത്തുണ്ട് ഓട്ടോമാറ്റിക് AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോ മിററിന് ഫോൾഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചേഞ്ചസ് എഗെയിൻ സംഭവിക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഫീലാണ്. ഒരു 10 ലക്ഷത്തിനകത്ത് കിടന്ന CVT ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ലുക്കാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല. ക്രാഷ് ബാൻഡ് ഭാഗത്തൊക്കെ ഒരു ബീജ് കളർ നമുക്ക് വന്നിട്ടുണ്ട്, മുകളിൽ ബ്ലാക്ക് ആണ്. ക്രാഷ് ബാൻഡ് ഭാഗത്തൊക്കെ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഈ ഒരു AC കൺട്രോൾസ് മാത്രമാണ് ഇത്തിരി നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കളയുന്നത് എന്ന് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിലും അതും കവറായി കിട്ടുമെന്ന് പറയാം. അതുകൊണ്ട് താഴേക്ക് വന്നാൽ ചെറിയ സ്റ്റോറേജ് ഏരിയ, 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ്, USB-C ഇല്ല, A ആണുള്ളത്, അത് മാത്രം ഒരു കുറവ് പറയാം. നെക്സ്റ്റ് വേരിയൻറ്റ് പോയാൽ വയർലെസ് ചാർജറും ആരംഭിക്കുന്നുണ്ട്. അതായത് 65,000 രൂപ കൂടുതൽ കൊടുത്താൽ വേറെ ലെവൽ വേരിയൻ്റ് ആണ് അത് എന്ന് പറയാം. കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് കീ, ഈ രൂപത്തിലായിരിക്കും നമുക്ക് സെൻട്രൽ ലോക്കിംഗ് അടക്കമുള്ള കീ ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ CVT ഷിഫ്റ്റർ വന്നിട്ടുള്ളത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് എന്നീ മോഡ്സ് കാണാം. ഈ വിലക്ക് കിട്ടുന്ന AMT ഉപയോഗിക്കുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡ് ഉണ്ടോ, പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഇത് CVT ഒറിജിനൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കത് പാർക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്. AMT എടുത്താൽ നിങ്ങൾക്ക് ഡ്രൈവും ന്യൂട്രലും റിവേഴ്സും 3 മോഡേ കിട്ടുള്ളൂ. പക്ഷേ ഇതിലുണ്ടോ പ്രോപ്പറായിട്ട് 5 മോഡ് വരുന്നുണ്ട്, വിത്ത് പാർക്കിംഗ് അടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ താഴെ വെക്കുന്നാൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ചെറിയ സ്റ്റോറേജ് ഏരിയ അവിടെ കുറവായിട്ടുള്ളത് ഒരു ആംറസ്റ്റ് മാത്രമാണ് എന്ന് പറയാം. പിന്നെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. സോ എല്ലാം പെർഫെക്റ്റ്ലി പ്ലേസറാണ് ഈ ഒരു പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം. ഇനി 2G ഒന്ന് കാണിച്ചു തരാം. 2Gയിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഓൾറെഡി കാണിച്ച പോലെ ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ, 4 പവർ വിൻഡോ, ഇവിടെയും നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഡ്രൈവർ വിൻഡോ കിട്ടുന്നുണ്ട്. ORMൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്, എഗെയിൻ നമ്മുടെ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇതിലും പുഷ് ബട്ടൺ വരുന്നില്ല, പക്ഷേ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വന്നിട്ട് സ്റ്റിയറിംഗ് വീൽ മൊത്തം ഡിസൈൻ മാറുന്നുണ്ട്. നമുക്കൊരു പഴയ ജനറേഷൻ സ്റ്റിയറിംഗ് വീലാണ് കിട്ടുക. ടിൽറ്റ് അഡ്ജസ്റ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഫുൾ അനലോഗ് ആയിരിക്കും മീറ്റർ വന്നിട്ടുള്ളത്. നമ്മൾ മറ്റേൽ കണ്ട ശരിക്കല്ലേ 2 സിമിലർ ആണ് തോന്നിപ്പോകും, അത്രയും ക്വാളിറ്റിയിലാണ് ആ ഒരു TFT ഡിസ്പ്ലേ വരുന്നത്. ഇത് പക്ഷേ പ്രോപ്പർ അനലോഗ് മീറ്റർ ആണ്. ചെറിയൊരു MID നമുക്ക് മുകളിൽ കാണാം, അതിലാണ് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കാണാം. പിന്നെ ഒരു 2 DIN മ്യൂസിക് പ്ലെയർ ആണ് വന്നുള്ളത്. ടച്ച് സ്ക്രീൻ ലഭിക്കുന്നില്ല. ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഈ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രോളാനൊക്കെ തോന്നും, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ ജനറേഷൻ വാഹനമാണ്. അവരത് നിലനിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ, അതായത് 5 കൊല്ലം മുന്നേ കിട്ടിയിരുന്ന വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഫീച്ചറാണെന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അവർ ഇത് മാറ്റിയിട്ട് ടച്ച് സ്ക്രീനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഏകദേശം 10,000 രൂപ 30,000 രൂപ അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് മാത്രം നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് 2Gയിൽ 3Gയിലേക്ക് വർത്താണ് എന്ന് പറയാം. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പരിപാടി നടന്നാൽ മതി, പോയിന്റ് A to Bയിലേക്ക് പോകാൻ കംഫർട്ടായിട്ട് പോകണം എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കാം. അത്യാവശ്യം FM കാര്യങ്ങളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ അതിലുണ്ട്. ഇവിടെ മാനുവൽ AC ആണ് വന്നിട്ടുള്ളത്. പവർ ഒരു 12 വോൾട്ട് ചാർജ് സോക്കറ്റും USB-A ടൈപ്പ് ചാർജറുമാണ് വന്നിട്ടുള്ളത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ഈ കാണുന്നത് മാനുവൽ ആണ് കേട്ടോ, പക്ഷേ ഓട്ടോമാറ്റിക്കലും സിമിലർ ഫീച്ചേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇത് ഓട്ടോമാറ്റിക്, അതേപോലെ തന്നെ നമുക്ക് പാർക്ക്, ന്യൂട്രൽ, റിവേഴ്സ്, സ്പോർട്ട് മോഡ് എല്ലാം വരുന്ന CVT ട്രാൻസ്മിഷൻ തന്നെയാണ് ഇതിലും ലഭിക്കുക. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം, ചെറിയ ഒരു കപ്പ് ഹോൾഡർ, മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM, പിന്നെ അത്യാവശ്യം ഒരു 5 കൊല്ലം പഴക്കം അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു ഡാഷ്ബോർഡിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും. ഒരു ഹൈ മൗണ്ട് ആയിട്ടാണ് നമുക്ക് AC വെൻസ് ഒക്കെ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ത്രോ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് വരെ കിട്ടുമെന്ന് പറയാം. ഇതാണ് ഓവറോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ 2 വാഹനങ്ങളിലും പറയാനുള്ളത്. ആദ്യം തന്നെ ഹോണ്ട അമേസിൻ്റെ സെക്കൻഡ് ജനറേഷൻ എഞ്ചിൻ റൂം ഒന്ന് നോക്കാം. നമുക്കൊരു 1199cc 1 2 3 4, അതായത് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഹോണ്ട IVTEC എന്നുള്ള ബാഡ്ജിയും കാണാം. അപ്പോൾ ഇതേ സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് 3Gയിലും വരുന്നത്. എഞ്ചിൻ ചേഞ്ച് ഇല്ല, വേറെ നമുക്ക് ഫിഗേഴ്സ് കാര്യങ്ങളോ ഒന്നും ചേഞ്ച് വരുന്നില്ല. അതെ, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഹോണ്ട IVTEC ആണ്, 4 സിലിണ്ടർ ആണ്, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, ഏകദേശം 90 PS 110 Nm ടോർക്കാണ്. 2 വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് മൈലേജ്, അതായത് 1 കിലോമീറ്ററിന്റെ ക്ലെയിം ചെയ്ത മൈലേജ് ഡിഫറൻസ് ലേറ്റസ്റ്റ് ജനറേഷനിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഏകദേശം 18 കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്ത മൈലേജ് പറയുന്നതെങ്കിൽ ഇതിൽ 19 കിലോമീറ്റർ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അന്നൊരു 3, 4, 5 കിലോമീറ്റർ കുറച്ചാലും വർത്താണ് ഒരു CVT ട്രാൻസ്മിഷനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത്രയും ഫീച്ചേഴ്സ് നോക്കിയതിൽ നിന്നും ഒരു 9 ലക്ഷത്തിനകത്ത് ഈ ഫീച്ചേഴ്സോട് കൂടി പക്ക വാല്യൂ ഫോർ മണി ആണോ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്നുള്ളതും, അതല്ല അതിൽ നിന്നും ഏകദേശം 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് നമ്മുടെ തേർഡ് ജനറേഷൻ എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ VX എന്ന് പറയുന്ന ഇതിൽ നിന്നും ഒരു 60,000 രൂപ കൂടുതൽ കൊടുത്ത വേരിയന്റ് എടുക്കാനേ പറയുള്ളൂ. 10 ലക്ഷത്തിൽ നിങ്ങൾ അടുത്ത 10 കൊല്ലത്തേക്ക് വേറെ വണ്ടി ചിന്തിക്കേണ്ട എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഹോണ്ട അതിന് 7 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി തരുന്നുണ്ട്. വാറന്റിനോടൊപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തില്ലെങ്കിൽ പോലും 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്ററാണ്. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ആണെങ്കിലും ഓടാം. അവരുടെ
എഞ്ചിനിലെ വിശ്വാസമാണ്. അതും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് 10 കൊല്ലം വരെ വാറണ്ടി തരുന്നുണ്ട്. അതെ, ഒരു വണ്ടി എടുത്താൽ 10 കൊല്ലം വരെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ 10 ലക്ഷത്തിനകത്ത് ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഹോണ്ടയുടെ ഷോറൂമിൽ പോകണം എന്നുള്ളത്. തൃശ്ശൂരത്തെ ഹോണ്ട ഷോറൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അതുപോലെ തന്നെ ഹോണ്ട സിറ്റി, ഹോണ്ട എലിവേറ്റ് തുടങ്ങിയ മോഡലിനൊക്കെ 1 ഡിസ്കൗണ്ട്, 1 ലക്ഷത്തിന് മേലെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇയർ ബാക്ക് മോഡൽസ് അവൈലബിൾ ആണ്. അതിന് മുകളിലുള്ള ഡിസ്കൗണ്ട് കൂടി ആ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാം. സോ ഹോണ്ടയുടെ ഏത് വാഹനത്തിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.